അസ്സലാമലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ നിയാസിൻ്റെ വീട്ടിലാണ്. നിയാസ് എന്ന് പറഞ്ഞ ഈ കാര്യം ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? സംസ്ഥാന ഓട്ട മത്സരത്തിൽ ഫസ്റ്റ് നേടിയ നിയാസിൻ്റെ വീട്ടിൽ ബാ. അസ്സലാമലൈക്കും. പരിചയമുണ്ടോ? നിയാസ്, കൺഗ്രാജുലേഷൻ. കുറേ ഫോട്ടോത്തിലെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ? സുഖമല്ലേടാ? എൻ്റെ പേര് ആസിഫ് മാളികാണ്. കാസർഗോഡ് ആൻറ്റിക്കോൾഡ് ആൻഡ് ആമൻസിൻ്റെ ഒരു പാർട്ട്ണറാണ്. അപ്പോൾ നിയാസിൻ്റെ ഈ ഒരു ഇത് കണ്ട ഭയങ്കര സന്തോഷമായി. അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. നിയാസിന് കുറേ ഗിഫ്റ്റെല്ലാം കൊണ്ട് തന്നെ വന്നിട്ട് അല്ലേ? ഇൻഷാ അല്ലാ. എവിടെ സ്കൂളിൽ പഠിക്കുന്നുള്ള? ഇവിടെ തന്നെ. എത്രയില്ലേ? 9ലാ. എൻ്റെ ഉപ്പാണ്ട്. ഉപ്പാൻ്റെ പേര് എന്ത് പറഞ്ഞത്? അബ്ദുല്ലാം. എന്ത് ചെയ്യുന്നുള്ള? അതെയാ, മാഷാ അല്ലാ. ഞാനും ഒരു ചെറിയ കച്ചവടക്കാരനാണ്. ജ്വല്ലറിന്നേ ഉള്ളൂ. സ്വർണ്ണ കച്ചവടമാണ് കാസർഗോഡ് ആൻറ്റിക്കോൾഡ് അല്ലേ? അതുപോലെ മാഷാ അല്ലാ, എന്തായാലും മോൻ്റെ വളർച്ച നമ്മുടെ നാടിനും നാട്ടുകാർക്കൊരു അഭിമാനം തന്നെയാണ്. കാസർഗോഡിൻ്റെ അഭിമാനമായിട്ട് ഇവന് വന്നത് കൊണ്ടാണ് നമുക്ക് പരിചയപ്പെടാൻ പറ്റും അല്ലേ? തീർച്ചയായും. ഇനി ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് എത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും. നമ്മൾ ചെറിയൊരു ഉപഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനൊക്കെ എന്ത് കൊണ്ടുവന്നിട്ടുള്ള ചെറിയ ഒരു ഗോൾഡ് കോയിൻ ഉണ്ട്. ഏതാ വാ, അതിനൊക്കെ വാ, പിടിക്കട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. പിന്നെ ചെറിയൊരു ഗിഫ്റ്റ് കൂടിയുണ്ട്. അങ്ങനെയൊക്കെ പിടിച്ചു. നമുക്ക് എന്തായാലും നിയാസിനോട് 2 വാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു നിയാസ് കളിയെല്ലാം? സന്തോഷം. ആസ്വദിച്ച വന്നതിൽ സന്തോഷം. അതുകൂടാണ്ട് കളിയൊക്കെ എങ്ങനെയായിരുന്നു? അടിപൊളിയാണ്. എന്തായാലും ഫസ്റ്റ് അടിക്കാൻ വിചാരിച്ചില്ല പോകുമ്പോഴേ ആ ഒരു എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് എവിടെ നിന്നാണ്? ട്രെയിനിങ് ഒക്കെ അവിടെ ആയിരുന്നു? 3 ദിവസത്തെ പ്രാക്ടീസ് മാത്രം. അതെ, 3 ദിവസത്തെ ട്രെയിനിങ്ങിലാണ് ഫസ്റ്റ് അടിച്ചല്ലേ? മാഷാ അല്ലാ. ഒരു 3 കൊല്ലത്തെ ട്രെയിനിങ്ങിൽ കിട്ടിയെങ്കിൽ നമ്മൾ ഇന്ത്യക്ക് പിന്നെ ഗോൾഡ് മെഡൽ കൊടുക്കാൻ പറ്റല്ലേ? അല്ലേ? തീർച്ചയായും അത് പറ്റും. അതിനുള്ള കഴിവുണ്ട്. തീർച്ചയായും നമ്മുടെ ഭാഗത്ത് നിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. അതെയാ, കാസർഗോഡ് നിന്ന് എല്ലാവരും തിരുവനന്തപുരം പോയി അല്ലേ? അതെ അതെ. അപ്പൊ നമുക്ക് ഗോൾഡ് അടിക്കുന്ന ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും പോയി ശരിക്കും ആഘോഷിച്ചു. ആയിക്കോട്ടെ, ഓക്കെ, താങ്ക് യു. എന്തായാലും നമുക്ക് നമ്മളെ പിന്നെ ഇങ്ങനെയുള്ള യുവതലമുറകൾ വളർന്ന് വന്നെങ്കിലല്ലേ അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അല്ലേ? അതുകൊണ്ട് വന്നേ ഉള്ളൂ. ഓക്കെ, അതെ അതെ. എന്ത് കാര്യത്തിലും ഒരു സപ്പോർട്ടാണ് അവർ കിട്ടുന്നത്. ഒരു നട്ടല്ലെന്ന് പറയുന്നത് ബാക്ക് നിന്നുള്ള സപ്പോർട്ടാണ്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ, ഇൻഷാ അല്ലാ നമുക്ക് ഇവനെ വളർത്തി നമുക്ക് ഏതെങ്കിലും ലെവലിലേക്ക് എത്തിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ, അസ്സലാമു അലൈക്കും.